യുക്രൈനിലെ നിലവിലെ സംഘർഷം ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി എന്ന ചോദ്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ശക്തിപ്പെടുന്നതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾ യുക്രൈന് കനത്ത തിരിച്ചടിയാവുകയാണ്. യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ ഈ രക്തരൂഷിത പോരാട്ടത്തിന്റെ അത്യന്തത്തിൽ യുക്രൈന് അതിന്റെ ചില സ്വത്തുക്കൾ നഷ്ടപ്പെടുമെന്ന് ട്രംപ് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. പാശ്ചാത്യ പിന്തുണയുടെ പൊള്ളത്തരം തുറന്നുകാട്ടുന്ന ഈ നിലപാട് യുക്രൈൻ ഭരണകൂടത്തിന്റെ നിലവിലെ കടുംപിടുത്തത്തിന് വിള്ളൽ വീഴ്ത്തുന്നതാണ്. ഫോക്സ് ന്യൂസ് അവതാരക മരിയ ബാർട്ടിറോമോയോട് സംസാരിക്കവെയാണ് ട്രംപ് നിർണായകമായ ഈ പരാമർശം നടത്തിയത്. യുക്രൈനിൽ നിന്ന് കാര്യമായ സ്വത്തെടുക്കാതെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി വിട്ടുവീഴ്ചകൾക്ക് യുക്രൈൻ നിർബന്ധിതമാകേണ്ടി വരുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. പ്രാദേശിക ഇളവുകൾ നൽകില്ലെന്ന് യുക്രൈൻ ആവർത്തിച്ച് തള്ളിക്കളയുന്നുണ്ടെങ്കിലും ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിന് റഷ്യയുടെ പുതിയ പ്രദേശങ്ങളിൽ നിന്ന് യുക്രൈൻ സൈന്യത്തെ പിൻവലിക്കുന്നത് പ്രധാനമാണെന്ന് റഷ്യ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ട്രംപിന്റെ ഈ പ്രസ്താവന യുദ്ധക്കളത്തിലെ യാഥാർത്ഥ്യങ്ങളെ രാഷ്ട്രീയമായി അംഗീകരിക്കാനുള്ള സമ്മർദ്ദം യുക്രൈനു മേൽ വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല. അമേരിക്കൻ നിർമ്മിത ദീർഘദൂര ടോമോഹോക്ക് ക്രൂയിസ് മിസൈലുകൾ യുക്രൈന് വിതരണം ചെയ്യുന്നതിനെ കുറിച്ചും ട്രംപ് സൂചന നൽകി. ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ പ്രധാന വിഷയങ്ങളിലൊന്നായിരുന്നു ഈ മിസൈലുകളുടെ വിതരണ സാധ്യത. എന്നാൽ ആയുധങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്ന ട്രംപ് യുക്രൈന് അത്തരം യുദ്ധോപകരണങ്ങൾ നൽകുന്നത് എളുപ്പമുള്ളതല്ല എന്ന് അഭിപ്രായപ്പെട്ടു. സംഘർഷകാലത്ത് യുക്രൈന് അമേരിക്ക ധാരാളം ആയുധങ്ങൾ നൽകിയിട്ടുണ്ടെന്നും യുക്രൈൻ സൈന്യത്തെ പിന്തുണയ്ക്കുന്നതിനായി അവരുടെ മുഴുവൻ ആയുധശേഖരവും കൈമാറാൻ കഴിയില്ലെന്നുമുള്ളതിന്റെ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. ഞങ്ങളുടെ മുഴുവൻ ആയുധശേഖരവും യുക്രൈന് കൈമാറാൻ കഴിയില്ല, കാരണം അങ്ങനെ ചെയ്യുന്നത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും ട്രംപ് ഊന്നി പറഞ്ഞു. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ട്രംപിന്റെ ഈ തീരുമാനം പാശ്ചാത്യ പിന്തുണ യുക്രൈന് ലഭിക്കുന്ന ഒരു താൽക്കാലിക സഹായം മാത്രമാണെന്ന് വ്യക്തമാക്കുന്നു. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകുന്നത് സംഘർഷത്തിന്റെ ഗതി മാറ്റില്ലെങ്കിലും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം താറുമാറാക്കുമെന്ന് റഷ്യൻ നേതാവ് ട്രംപിനോട് പറഞ്ഞതായി ക്രെംലിൻ സഹായി യൂറി ഉഷാക്കോവ് വെളിപ്പെടുത്തി. അത്തരമൊരു നീക്കം സമാധാനപരമായ ഒത്തുതീർപ്പിനുള്ള സാധ്യതകളെ സാരമായി ദുർബലപ്പെടുത്തുമെന്ന് പുടിൻ വ്യക്തമാക്കിയതായും ഉഷാക്കോവ് പറഞ്ഞു. ട്രംപിന്റെ ഈ പ്രസ്താവനകൾ യുക്രൈന്റെ പ്രതീക്ഷകൾക്ക് മേൽ ഒരു ഇരുണ്ട നിഴൽ വീഴ്ത്തുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പ്രബലനായ ഒരു നേതാവ് തന്നെ യുദ്ധകാലത്തിലെ റഷ്യയുടെ നേട്ടങ്ങൾ അംഗീകരിക്കുന്നത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിനായുള്ള അവരുടെ പോരാട്ടത്തിൽ കൈപ്പേറിയ വിധി അംഗീകരിക്കേണ്ടി വരുമെന്ന് സൂചന നൽകുന്നു. സ്വന്തം സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയ ആയുധ വിതരണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന അമേരിക്കൻ നിലപാട് പാശ്ചാത്യ പിന്തുണയുടെ പരിമിതി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. സമാധാന ചർച്ചകളിലേക്ക് ഉക്രൈനെ കൊണ്ടുവരാനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ഇതോടെ വർദ്ധിക്കുമെന്നും ഒടുവിൽ റഷ്യയുമായി ഒരു ഒത്തുതീർപ്പിന് യുക്രൈൻ നിർബന്ധിതനാകുമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.